വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 2ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ്, മലയാളത്തിലെ 7ാമത്തെ യൂണിറ്റ് എന്തായിരുന്നു? അറിഞ്ഞു കഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. അറിഞ്ഞു കഴിക്കാം. ഇവിടെ നോക്കി, നിങ്ങളെ രാവിലെ അമ്മ വിളിക്കാറില്ലേ ഫുഡ് കഴിക്കാനായിട്ട്, ആഹാരം കഴിക്കാനായി? അമ്മ വന്നിട്ടുണ്ട്. അമ്മ പറയാണ്, ജോബി, ജാൻസി. വീട്ടിലുള്ള മക്കളെ വിളിക്കുന്നുണ്ട്. എങ്ങനെയാ വിളിക്കുന്നേ? ജോബി, ജാൻസി, എല്ലാവരും വന്നോളൂ, ആഹാരം റെഡി. എല്ലാവരും വന്നോളൂ, ആഹാരം റെഡി എന്ന് അമ്മ വിളിക്കുകയാണ് കേട്ടോ. ജോബിയെയും ജാൻസിയും അമ്മ വിളിക്കുകയാണ്, ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ്. ജോബിയും ജാൻസിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ദാ ജാൻസി പറയുകയാണ്, എനിക്ക് പഴം മാത്രം മതി. പുട്ടുണ്ട്, പഴമുണ്ട് അല്ലേ, കറിയുണ്ട്, എല്ലാം ഉണ്ട്. ജാൻസി എന്താ പറയുന്നേ? എനിക്ക് പഴം മാത്രം മതി. ജോബി എന്ത് പറയുക? ഇന്ന് പുട്ടും പയറുമാണല്ലോ, ഇന്ന് പുട്ടും പയറുമാണല്ലോ. അപ്പൊ ജോബി പറയാണ്, ഇന്ന് പുട്ടും പയറുമാണല്ലോ. ജാൻസി എന്ത് പറയുന്നു? എനിക്ക് പഴം മാത്രം മതി. അപ്പൊ പുട്ടുണ്ട്, പയറുണ്ട്, പഴവും ഉണ്ട് അല്ലേ. പുട്ടും പയറും പഴവും. അതിൽ ജാൻസിക്ക് പഴം മാത്രം മതി. ജോബി പറയാണ്, ഇന്നും പുട്ടും പയറുമാണല്ലോ എന്ന് ജോബി പറയാണ്. മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അച്ഛൻ എന്താ പറയുന്നേ? രാവിലെ നന്നായി ആഹാരം കഴിക്കണം. രാവിലെ നല്ലതുപോലെ ആഹാരം കഴിക്കണം. ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ രാവിലത്തെ ആഹാരത്തിൽ നിന്നും, പ്രഭാത ഭക്ഷണത്തിൽ നിന്നുമാണ് അന്ന് ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ ശക്തിയും കിട്ടുന്നത്. ആയതിനാൽ എല്ലാ ദിവസവും രാവിലെ നല്ലതുപോലെ ആഹാരം കഴിക്കണം. അപ്പോൾ 1ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു. എന്താ? എല്ലാ ദിവസവും രാവിലത്തെ ആഹാരം നല്ലതുപോലെ കഴിക്കണം. കാരണം എന്താ? എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയാൻ കാരണം? ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട ശക്തി കിട്ടുന്നത് രാവിലെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. മുത്തശ്ശി എന്താ പറയുന്നേ? എന്തു കഴിക്കുമ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണം. എന്ത് കഴിച്ചാലും എങ്ങനെയാ കഴിക്കാനുള്ളത്? നല്ലതുപോലെ ചവച്ചരച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഈ കാര്യവും മനസ്സിലായല്ലോ. നോക്കാം, അവർ സ്കൂളിലേക്ക് പോയി. ടീച്ചർ ക്ലാസ്സിൽ വന്നു. ടീച്ചർ അവരോട് പറയാണ്, ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഇന്ന് ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ ഒരു ഡോക്ടർ വരുന്നുണ്ട്. ആ ഡോക്ടർ എന്തിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നേ? ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും. എങ്ങനെ ആഹാരം കഴിക്കണം, ഏതൊക്കെ ആഹാരം കഴിച്ചാൽ ആരോഗ്യം നല്ലതുപോലെ കൊണ്ടുപോകാം, ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഒരു ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ടെന്ന് ടീച്ചർ കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ? അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ആരോട് ചോദിക്കാം? ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. ദാ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടി ചോദിക്കുകയാണ്, വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചാൽ പോരെ ഡോക്ടർ? നിങ്ങളെ പോലെയുള്ള സംശയമാണ്. വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ പോരെ ഡോക്ടർ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് നോക്കാം. അത് പോരാ, ആരോഗ്യത്തോടെ വളരാനും
പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. വെറുതെ ആഹാരം, വിശപ്പ് മാറാൻ ആഹാരം കഴിച്ചാൽ പോരാ, ആരോഗ്യത്തോടെ വളരാൻ വേണ്ട ആഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രവൃത്തി ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, ഓടാനും ചാടാനും പഠിക്കാനും അതിനൊക്കെ വേണ്ടി ശക്തി കിട്ടണമെങ്കിൽ ആ ശക്തി കിട്ടാനുള്ള ആഹാരം എന്താണ് നമ്മൾ കഴിക്കണം. അപ്പോൾ വളരാൻ, ശക്തി കിട്ടാൻ, ഇതിനൊക്കെ അതിന് വേണ്ട ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. വിശപ്പ് മാറാനായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ പോരാ എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തെന്താ പറയുന്നേ? ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ദാ ഈ കുട്ടി ചോദിച്ചു, ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ഡോക്ടർ എന്താ പറഞ്ഞേ? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തണം. മത്സ്യവും മാംസവും പാലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്തൊക്കെ കഴിക്കാനാ ഡോക്ടർ പറഞ്ഞേ? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മാംസം, പാൽ, ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ വിശപ്പ് മാറാനായിട്ട് ആഹാരം കഴിച്ചാൽ പോരാ, നമുക്ക് ശക്തി കിട്ടാനും വളരാനുമുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. രാവിലത്തെ ആഹാരം നല്ലതുപോലെ കഴിക്കണം. എന്താഹാരം കഴിച്ചാലും ചവച്ചരച്ച് കഴിക്കണം. ഏതൊക്കെ ആഹാരങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ധാന്യങ്ങൾ ഉൾപ്പെടുത്തണം, പഴങ്ങൾ ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ, മത്സ്യം, മാംസം, പാൽ, ഇതൊക്കെ എന്ത് ചെയ്യണം? ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ശക്തിയും അതുപോലെ ശക്തി കിട്ടാനുള്ള ആഹാരം ആവത്തുള്ളൂ, നല്ല ആരോഗ്യത്തോടെ വളരാനുള്ള ആഹാരവും കിട്ടത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മാത്രം പോരാ. ഇനി പോഷകങ്ങളുള്ള ആഹാരം നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അത് മാത്രം കഴിച്ചാൽ പോരാ, വേറെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ല ആഹാരശീലങ്ങൾ പാലിക്കണം. ആഹാരശീലങ്ങളും എന്ത് ചെയ്യണം? പാലിക്കണം. പഴകിയതായിട്ടുള്ള പോഷകമുള്ള ആഹാരം കഴിച്ചാൽ മതിയോ? പാടില്ല. അപ്പോൾ പോഷകങ്ങളുള്ള ആഹാരം കഴിക്കണം. അത് മാത്രമല്ല ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ആരോഗ്യം വേണ്ടേ? ആഹാരം കഴിക്കുന്നതോടൊപ്പം ആരോഗ്യവും വേണ്ടേ? എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നല്ല ആഹാരശീലങ്ങൾ പാലിക്കണം. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. ഒന്നാമത്തെ കാര്യം എന്താ? പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട്. സ്വാദ് കൂട്ടാൻ, നിറം കിട്ടാൻ, മണം നല്ലതുപോലെ ഉണ്ടാകാനൊക്കെ ആഹാരത്തിൽ പലതരം സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കാൻ പാടില്ല. രണ്ടാമതെന്താ? സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പല സാധനങ്ങൾ ചേർക്കാറുണ്ട്. അങ്ങനെയുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. വേറെ എന്തൊക്കെയാ? ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിമ്പും എന്ത് ചെയ്യണം? ശേഷം എന്ത് ചെയ്യണം? കൈകൾ നല്ലതുപോലെ കഴുകണം. ഇതൊക്കെ നല്ല ആഹാരശീലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വേറെ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം കഴിക്കണം. അവലും തേങ്ങയും ഒക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? അവലും തേങ്ങയൊക്കെ എന്താണ്? നല്ല ആഹാരങ്ങളാണ്. അതൊക്കെ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്ക, മാങ്ങ, പപ്പായ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പം ജോബിയും ജാൻസിയും രാവിലെ എഴുന്നേറ്റു. അവരോട് ഇന്ന് അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, മുത്തശ്ശി പറഞ്ഞ കാര്യമുണ്ട്, സ്കൂളിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ? നല്ല ആഹാരശീലങ്ങൾ, പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.